നാം ഇന്ന് നോക്കാൻ പോകുന്നത് ഫിലോസഫിക്കൽ തോട്ട്സ് ഓഫ് വെസ്റ്റേൺ തിങ്കേഴ്സിലെ പ്ലാറ്റോയെ കുറിച്ചാണ്. ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്നാണ് ആരെ അറിഞ്ഞിരുന്നത്? സോക്രട്ടീസിനെ അറിഞ്ഞിരുന്നത്. പ്ലാറ്റോനല്ല കേട്ടോ. സോക്രട്ടീസിനെ എന്തെന്നാ പറഞ്ഞിരുന്നത്? ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. ഈ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു ആര്? നമുക്ക് പഠിക്കാനുള്ള പ്ലാറ്റോ. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. മനസ്സിലായ? സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ. പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. തിരിച്ചു പറയട്ടെ, അരിസ്റ്റോട്ടിലിന്റെ ഗുരുവായിരുന്നു പ്ലാറ്റോ. പ്ലാറ്റോയുടെ ഗുരുവായിരുന്നു ആര്? സോക്രട്ടീസ്. സോക്രട്ടീസിനെയാണ് നമ്മൾ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പ്ലാറ്റോന് എന്താ പറഞ്ഞിരുന്നതെന്ന് അറിയോ? ദ ഫാദർ ഓഫ് ഐഡിയലിസം. അതാരായിരുന്നു? പ്ലാറ്റോ ആയിരുന്നു. ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറഞ്ഞിരുന്നത് ആരെയാണ്? പ്ലാറ്റോനെ ആയിരുന്നു. ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്നറിയപ്പെട്ടിരുന്നത് സോക്രട്ടീസിനെ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇനി പ്ലാറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലായിരുന്നു ജനിച്ചിരുന്നത്. ഏതൻസിലെ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ശരിക്കുനുള്ള പേര് അരിസ്റ്റോക്കിൾസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശരിക്കുനുള്ള പേര്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ചവൻ എന്നായിരുന്നു അരിസ്റ്റോക്കിൾസ് എന്ന വേർഡിന്റെ മീനിങ്. പിന്നെ അദ്ദേഹത്തെ പ്ലാറ്റോ എന്നറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ ഷോൾഡർ എന്തായിരുന്നു? വൈഡ് ഷോൾഡർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് അറിഞ്ഞത്? പ്ലാറ്റോ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ഈ പേരിന്റെ ലഭിക്കാനുള്ള കാരണം അതായിരുന്നു. അദ്ദേഹത്തിന്റെ ഷോൾഡർ വൈഡ് ഷോൾഡർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്ലാറ്റോ എന്ന പേര് ലഭിക്കാൻ കാരണം. പിന്നെ അദ്ദേഹം എന്തായിരുന്നു? ഒരു പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു സ്പോർട്സ്മാൻ കൂടി ആയിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരായിരുന്നു അക്കാദമി. അക്കാദമി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപിച്ചത് ആരായിരുന്നു? നമ്മുടെ പ്ലാറ്റോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം അത് സ്ഥാപിച്ചത്. നമ്മുടെ പ്ലാറ്റോയുടെ ഒറിജിനൽ നെയിം ആണ് എന്ത്? അരിസ്റ്റോക്കിൾ. ഹിസ് റിയൽ നെയിം വാസ് അരിസ്റ്റോക്കിൾ. ദ നെയിം പ്ലാറ്റോ വാസ് ഗിവൺ ടു ഹിം ബിക്കോസ് ഹി ഹാഡ് വൈഡ് ഷോൾഡർ. അദ്ദേഹത്തിന് വീതിയുള്ള ഷോൾഡർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് ലഭിച്ചത്? പ്ലാറ്റോ എന്നുള്ള പേര് ലഭിച്ചത്. ഹി വാസ് ബോൺ ഇൻ ടു റിച്ച് ഫാമിലി ഇൻ ഏതൻസ്. ഏതൻസിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഹി വാസ് എ ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻസ് ഓഫ് സോക്രട്ടീസ് ഫോർ 10 years. 10 വർഷത്തോളം സോക്രട്ടീസിന്റെ ശിഷ്യനായിട്ടായിരുന്നു പ്ലാറ്റോ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം പല സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം 40ാമത്തെ വയസ്സിൽ അക്കാദമി എന്ന് പറഞ്ഞ ഒരു സ്കൂൾ സ്ഥാപിച്ചത്. അതിന്റെ പേരാണ് അക്കാദമി. After the death of Socrates, he traveled to many countries. The academy, at the age of 40, he returns to Athens and starts school called Academy. It is known as the first university in the West. വെസ്റ്റിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അക്കാദമിയെ കണക്കാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ ബുക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ റിപ്പബ്ലിക്, ദ ലോസ്, പ്രൊട്ടാഗ്രസ്, സിംപോസിയം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്സുകൾ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സംവാദ രൂപത്തിലാണ് എഴുതിയിരുന്നത്. അതായത് ഡയലോഗ്സ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബുക്കിലെ കാര്യങ്ങൾ എഴുതിയിരുന്നത്. ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിൽ രാഷ്ട്രീയം, വിദ്യാഭ്യാസം, നീതി എന്നിവയെക്കുറിച്ചാണ് ആ ഒരു ബുക്കിന്റെ ഉള്ളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ദ ലോസ് എന്ന് പറയുന്നതിൽ നിയമങ്ങളെയും ഭരണകൂടത്തെയും കുറിച്ചുള്ള അവസാനത്തെ കൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ദ ലോസ് എന്ന് പറയുന്നത്. പിന്നെ സിംപോസിയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം ഡയലോഗ്സ് രൂപത്തിലായിരുന്നു കാര്യങ്ങൾ എഴുതിയിരുന്നത്. അപ്പം അത് സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ദ സിംപോസിയം എന്ന് പറയുന്നത്. കണ്ടന്റ് എന്താണെന്നൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ ഫേമസ് ബുക്സ് ഏതൊക്കെയാണ്? ദ റിപ്പബ്ലിക്, ദ ലോസ്, സിംപോസിയം, പിന്നെ പ്രൊട്ടാഗ്രസ്. അടുത്തത് അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ലൈഫാണ്. പ്ലാറ്റോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാലോചിക്കുക ഐഡിയലിസം. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഐഡിയലിസം എന്നാണ്. ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലാറ്റോ ആണ് അല്ലെ? അത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പ്ലാറ്റോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഐഡിയലിസം എന്ന് ചിന്തിക്കാം.
ഐഡിയലിസം എന്ന് വെച്ചാൽ എന്താ, ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും വലുത് ആശയങ്ങളാണ്, ചിന്തകളാണ് എന്നാണ് ഐഡിയലിസത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്ലാറ്റോയെ ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും വലുത് എന്താണ്, ആശയങ്ങളാണെന്നാണ്. കുറച്ചും കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. 2 തരത്തിലാണ് അദ്ദേഹം വേൾഡ് ഉള്ളതെന്നാണ് ചിന്തിച്ചിരുന്നത്. അതായത് അദ്ദേഹം ഫാദർ ഓഫ് ഐഡിയലിസമാണ്. ഐഡിയലിസത്തിലാണ് അദ്ദേഹം കൂടുതൽ വിശ്വസിച്ചിരുന്നത്, ആശയങ്ങളിൽ. അപ്പോൾ അത് 2 തരത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേൾഡ് ഓഫ് ഐഡിയാസ്, മറ്റത് വേൾഡ് ഓഫ് ഒബ്ജക്ട്സ്. എന്താണ് വേൾഡ് ഓഫ് ഐഡിയാസ്? അത് ശാശ്വതമാണ്, അതിനെന്താണ് മാറ്റമില്ല അല്ലെങ്കിൽ നശിക്കില്ല, അത് യഥാർത്ഥ സത്യമാണ്. അതാണ് എന്ത് വേൾഡ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് വേർഡ് ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വസ്തുക്കളുടെ ലോകം. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭൗതികമായ വസ്തുക്കളാണ്. അവ എന്തായിരിക്കും, അത് നശിച്ചു പോകും. അവയെ നമ്മൾ പ്ലാറ്റോ അതിനെ അൺറിയൽ ഷാഡോസ്, യാഥാർത്ഥമല്ലാത്ത നിഴലുകൾ എന്ന് അദ്ദേഹം അതിനെ വിളിച്ചിരുന്നു. അൺറിയൽ ഷാഡോസ് എന്ന് വെച്ചാൽ വേൾഡ് ഓഫ് ഒബ്ജക്റ്റ് എന്താണ്, നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്. അതിനെയാണ് അൺറിയൽ ഷാഡോസ് എന്ന് അദ്ദേഹം വിളിച്ചിരുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു കസേര അല്ലെങ്കിൽ ഒരു റോസാപ്പൂ അത് വിരിയുമ്പോഴെന്തായിരിക്കും, നല്ല ഭംഗിയായിരിക്കും അല്ലേ? ആ ബ്യൂട്ടി, അത് എന്തായിരിക്കും, ആ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ റോസാപ്പൂവിനെ കണ്ടു, നമ്മളുടെ ആ ഒരു ഇമേജ്, നമ്മൾ കണ്ടൊരു ഇമേജ് നമ്മുടെ ഇതിലും നശിച്ചു പോവോ? ഇല്ല, നമ്മുടെ തലച്ചോറിൽ അത് ഇന്നും ഫീഡായി കിടക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അതേ സ്ഥാനത്ത് റോസാപ്പൂവോ കുറച്ച് നാൾ കഴിയുമ്പോൾ, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേന് അത് വാടിക്കൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ കസേര, ഒബ്ജക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ റോസാപ്പൂവോ കസേര അങ്ങനെ എന്തോ ആവട്ടെ, ഒരു വീട്, അതൊക്കെ എന്തായിരിക്കും, ഫസ്റ്റ് കാണുമ്പോൾ അത് നല്ല, എല്ലാ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ആ വീട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ? അതുപോലെ ഒരു കസേര, അത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും, നശിച്ചു പോകും. ഇതൊക്കെ എന്താണ്, നശിച്ചു പോകും. പക്ഷെ നമ്മുടെ മനസ്സിലായി കണ്ടിരുന്ന ആ വീട് അല്ലെങ്കിൽ ആ കസേര, റോസാപ്പൂ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് നശിച്ചു പോവോ? ഇല്ല. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത് വേൾഡ് 2 തരത്തിലുള്ളത്. ഒന്നെന്താണ് വേൾഡ് ഓഫ് ഐഡിയാസ്. ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ അല്ലെ, അത് നശിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളായ ഓർമ്മയിലുള്ള റോസാപ്പൂവോ വീടോ കസേരയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല. പക്ഷെ ദ വേൾഡ് ഓഫ് ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ആ വീട്, കസേര, റിയൽ ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലെ, അതെന്തായിരുന്നു, റോസാപ്പൂ, അതൊക്കെ എന്താവും 2 ദിവസം കഴിയുമ്പോൾ നശിച്ചു പോകും. ഇപ്പൊ ഒരു വീട് പെയിന്റ് ഒക്കെ അടിച്ച് ആദ്യത്തെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇത് സംഭവിക്കുക, അതിനെ കാണാനുള്ളൊരു ഭംഗി നഷ്ടപ്പെട്ടു പോകും, അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അതുപോലെ കസേര കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ കാലൊക്കെ ഒടിഞ്ഞ് യൂസ്ലെസ് ആയിപ്പോവും. അപ്പൊ ഇങ്ങനെയുള്ള എന്തായിരിക്കും, അങ്ങനെയുള്ള വസ്തുക്കൾ എന്ത് സംഭവിക്കും, നഷ്ടപ്പെട്ടുകൊണ്ട് പോകും, നശിച്ചു പോകും. പക്ഷെ നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ ആ ഒരു ചിന്തയിൽ, ഓർമ്മയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും നശിച്ചു പോവില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഐഡിയലിസം എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് 2 തരത്തിലാണ് വേൾഡ് ഉള്ളത്. ഒന്ന് ഐഡിയലിസം, വേർഡ് ഓഫ് ഐഡിയലിസം, മറ്റേത് എന്താണ്, വേർഡ് ഓഫ് ഒബ്ജക്ട്സ്. വേർഡ് ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത് എന്താണ്, ഐഡിയ എന്ന് പറയുന്നത് നശിച്ചു പോവാത്തതും, ഐഡിയ എന്ന് പറയുമ്പോൾ എന്താണ്, നശിച്ചു പോവാത്തതാണ്, ശാശ്വതമായതാണ്, അതാണ് പരമമായ സത്യം അല്ലെങ്കിൽ ട്രൂത്ത്, അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പിന്നെയോ ദ വേർഡ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, നശിച്ചു പോകുന്നതാണ് അല്ലെ. ഒബ്ജക്ട്സുകളെല്ലാം എന്താണ്, നശിച്ചു പോകുന്നതാണ്. പക്ഷെ നമ്മളെ കണ്ണിൽ ആ കണ്ടായ ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ടേം ഒരിക്കലും നശിച്ചു പോകാത്ത ശാശ്വതമായൊരു സത്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് എന്തായിരിക്കണം എന്നാണ്, സത്യം, നന്മ, സൗന്ദര്യം അല്ലെ, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി എന്നിവയെ തിരിച്ചറിയുക എന്നതായിരിക്കണം എന്ത്, ജീവിതത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി എന്നിവയെ തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ബുദ്ധിയിലൂടെയും ചിന്തയിലൂടെയും മാത്രമേ സാധ്യമാവുള്ളൂ. അതായത് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നന്മ തിരിച്ചറിയുക, സത്യങ്ങൾ തിരിച്ചറിയുക അല്ലെ, ട്രൂത്ത്, നന്മ, സത്യം അല്ലെങ്കിൽ സൗന്ദര്യം, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ഏതിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ, ബുദ്ധിയിലൂടെയും ചിന്തയിലൂടെയും മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ലൈഫ് എന്താണ്, ഐഡിയലിസം ആണ് അല്ലെ. പ്ലാറ്റോ ഈസ് ദ ഫാദർ ഓഫ് ഐഡിയലിസം. ഫോർ ഹിം ഐഡിയാസ് ആർ ഓൺലി റിയൽ തിങ്സ്.
ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ്? ഐഡിയാസ് ആർ ഓൺലി റിയൽ തിങ്സ്. അതായത് 2 വേൾഡ് ആണ് ഉള്ളത്. എന്താണ്? വേൾഡ് ഓഫ് ഐഡിയാസ് ആൻഡ് വേൾഡ് ഓഫ് ഒബ്ജക്റ്റ്. ഈ വേൾഡ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ റിയൽ വേൾഡ്. അതാണ് റിയൽ വേൾഡ്. ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഓർ പെർമനന്റ് ആൻഡ് നെവർ ചേഞ്ച്. അതിനെന്താവില്ല, ചേഞ്ച് സംഭവിക്കില്ല അല്ലെ? നമ്മളെ മൈൻഡിൽ റോസാപ്പൂവിന്റെ ചിത്രത്തിന് മാറ്റം വരുമോ? ഇല്ല. അതിനൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. അതെന്തായിരിക്കും? നശിച്ചു പോവോ? 2 ദിവസം കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോവോ? ഇല്ല. അപ്പൊ അത് പെർമനന്റ് ആയിട്ടുള്ള ഒന്നാണ് വേർഡ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. മറ്റേതാണ് എന്ത്? വേൾഡ് ഓഫ് ഒബ്ജക്ട്സ്. എന്താണ് വേൾഡ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ദിസ് ഈസ് ദ ഫിസിക്കൽ വേൾഡ്. വി സീൻ, നമ്മൾ കാണുന്ന പുറമേ ഉള്ള ഭൗതികമായ കാര്യങ്ങളാണ്. കസേര, വീട്, അല്ലെങ്കിൽ റോസാപ്പൂ അല്ലെ? അത് 2 ദിവസം കഴിഞ്ഞ് സംഭവിക്കും, അത് നശിച്ചു പോകും. അതുകൊണ്ട് അദ്ദേഹം അതിനെ എന്തെന്ന് വിളിച്ചു? ഹി കോൾഡ് ഇറ്റ് വേൾഡ് ഓഫ് അൺറിയൽ ഷേഡോ. അതിനെ വിളിച്ച പേരാണ് എന്ത്? അൺറിയൽ ഷേഡോ. അപ്പൊ മനസ്സിലായില്ലേ എന്താ പറഞ്ഞെന്നുള്ളത്? ഇനി അടുത്തത് മൈൻഡ് ഓവർ മാറ്റർ. ദ മൈൻഡ് ആൻഡ് സോൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ദ ഫിസിക്കൽ ബോഡി. നമ്മുടെ ഭൗതികമായ ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സിനും ആത്മാവിനുമാണ് അല്ലെ? അദ്ദേഹം പറഞ്ഞു നല്ലൊരു ഗുഡ്നെസ്, ട്രൂത്ത്, ബ്യൂട്ടി ഒക്കെ കണ്ടെത്തണമെങ്കിൽ നല്ല ബുദ്ധിയും ചിന്താശേഷിയിലൂടെയും മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ ഫിസിക്കൽ ബോഡിയേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്? ദ മൈൻഡ് ആൻഡ് സോളിനായിരുന്നു. അൾട്ടിമേറ്റ് വാല്യൂ എന്താണ്? ദ ഗോൾ ഓഫ് ലൈഫ് ഈസ് അച്ചീവ് 3 വാല്യൂസ്. ഏതൊക്കെയാ 3 വാല്യൂസ്? നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഈ 3 വാല്യൂസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാണത്? ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി. അതുപോലെ അദ്ദേഹം എഡ്യൂക്കേഷന്റെ ഗോൾ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്? എയിം എന്തായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് സിറ്റിസനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് നല്ലൊരു സിറ്റിസൺ ആയിട്ട് വാർത്തെടുക്കുക എന്നായിരിക്കണം എഡ്യൂക്കേഷന്റെ ധർമ്മം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ബോഡി ആൻഡ് സോൾ. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ബോത്ത് ബോഡി ആൻഡ് ദ സോൾ. അതായത് എഡ്യൂക്കേഷനിലൂടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് പോലെ അല്ലെ, അത് ബോഡിയെയും മനസ്സിനെയും എന്ത് ചെയ്യണം? ഡെവലപ്മെന്റ്സ്, രണ്ടിനും ഡെവലപ്മെന്റ്സ് ലഭിക്കണം എഡ്യൂക്കേഷനിലൂടെ. ബോഡിക്ക് എങ്ങനെയായിരിക്കും ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക? ത്രൂ ഫിസിക്കൽ എക്സസൈസ്. സോളിന് ത്രൂ മ്യൂസിക് ആൻഡ് ആർട്സ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളിൽ എന്തായിരിക്കണം? എല്ലാ മ്യൂസിക്കുകളും എല്ലാ സ്റ്റോറീസും പറഞ്ഞു കൊടുക്കരുത്. അതിന് നല്ല നല്ല സ്റ്റോറീസും നല്ല നല്ല നന്മയുണർത്തുന്ന ട്രൂത്തിന് ഗുഡ്നെസ്സിനൊക്കെ വാല്യൂസ് കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസും മ്യൂസിക്കും ആയിരിക്കണം കുട്ടികളെ കേൾപ്പിക്കേണ്ടത്. സ്റ്റേറ്റ് control. Plato believed that education should be controlled by the state government, not by parents alone. അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷന്റെ കൺട്രോൾ ആർക്കായിരിക്കണം? സ്റ്റേറ്റിനായിരിക്കണം, നമ്മുടെ ഗവൺമെന്റിനായിരിക്കണം എഡ്യൂക്കേഷന്റെ ഫുൾ കൺട്രോൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ പാരൻസിനോ പ്രൈവറ്റ് വ്യക്തികൾക്കോ ആവരുത് എഡ്യൂക്കേഷന്റെ കൺട്രോൾ ലഭിക്കേണ്ടത്. അടുത്തതാണ് സെൻസർഷിപ്പ്. എന്താണ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഹി സജസ്റ്റഡ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ഓൺലി ബി എക്സ്പോസ്ഡ് ടു ഗുഡ് സ്റ്റോറീസ് ആൻഡ് മ്യൂസിക് ദാറ്റ് ബിൽഡ് ക്യാരക്ടർ. നമ്മൾ പറഞ്ഞു കുട്ടികളിൽ കുഞ്ഞു കുട്ടികളിൽ അല്ലെങ്കിൽ അവർ എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ ബാഡായ കാര്യങ്ങളാണ് അവർ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ക്യാച്ച് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ സ്റ്റോറീസ്, അവരോട് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസ് ഒക്കെ എന്തായിരിക്കണം? നല്ല സ്റ്റോറീസ് ആയിരിക്കണം, നല്ല മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം കുട്ടികൾ കേൾക്കേണ്ടത്. അതവരിൽ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ 3 പില്ലേഴ്സ്. ഏതൊക്കെയായിരുന്നു 3 പില്ലേഴ്സ്? എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഫൈൻഡ് 3 അൾട്ടിമേറ്റ് വാല്യൂ: ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ്. അതായിരുന്നു 3 പില്ലേഴ്സ്. പ്ലാറ്റോയുടെ 3 പില്ലേഴ്സ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതണം? ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ്. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ 3 പില്ലേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താണ്? ഐഡിയ ഈസ് റിയൽ, ഒബ്ജക്റ്റ് ആർ ഷാഡോ അല്ലെ? ഐഡിയ എന്താണ്? റിയൽ ആണ്, അത് പെർമനന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഷാഡോ ആണ്, നിഴലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നശിച്ചു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഫിലോസഫി. എഡ്യൂക്കേഷന്റെ എയിം എന്തായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്? ആ കുട്ടികളെ അച്ചീവ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഷുഡ് ബി എയിം ടു അച്ചീവ് ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി. ഇറ്റ് ഷുഡ് ഡെവലപ്പ് ബോത്ത് ദ ബോഡി ആൻഡ് ദ സോൾ. എഡ്യൂക്കേഷനിലൂടെ ബോഡിക്ക് എങ്ങനെയാണ്? ഫിസിക്കൽ എക്സസൈസിലൂടെ, സോളിനും മ്യൂസിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും ബോഡിയെയും സോളിനെയും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ എന്താണ്? ഒരു എയിം അച്ചീവ് ചെയ്യേണ്ടത് എന്താണ്? ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി.
അതായിരിക്കണം എഡ്യൂക്കേഷനിലൂടെ അച്ചീവ് ചെയ്യേണ്ടത്. സോഷ്യൽ ജസ്റ്റിസ്. ഇൻ ദിസ് ബുക്സ് റിപ്പബ്ലിക് ടോക്സ് അബൌട്ട് ദ ഐഡിയൽസ് സ്റ്റേറ്റ് ദ 3 ക്ലാസസ് ഓഫ് പീപ്പിൾസ്. അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറയണം 3 തരത്തിലുള്ള 3 വിഭാഗത്തിലുള്ള ജനങ്ങൾ മാത്രമാണുള്ളത്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്, റൂളേഴ്സ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സോളിഡേഴ്സ്, പിന്നെ ഫാമേഴ്സ്, സൈനികര്, പിന്നെ കർഷകര്, ഭരണാധികാരികൾ. ഇങ്ങനെ 3 തരത്തിലുള്ള 3 വിഭാഗത്തിലുള്ള ജനങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതും ചോദിക്കാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഐഡിയൽസ് ഒരു റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹത്തിന്റെ 3 ക്ലാസസ് ഓഫ് പീപ്പിൾസ് ഏതാണെന്ന് ചോദിക്കും. അത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സോളിഡേഴ്സ്, ഫാമേഴ്സ്. അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും സോളിഡേഴ്സിനും മാത്രം എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി, വിദ്യാഭ്യാസം ഇവർക്ക് രണ്ടുപേർക്കും മാത്രം കൊടുത്താൽ മതി, ഫാർമേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പിന്നെയോ നമ്മളുടെ എഡ്യൂക്കേഷൻ ആരെ കൺട്രോളിലായിരിക്കണം എന്നാണ് പറഞ്ഞത്? സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരിക്കണം. പാരൻസിന്റെ ഒപ്പീനിയൻസിനൊന്നും വില കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയ വ്യക്തികളുടെ കയ്യിലായിരിക്കരുത് എഡ്യൂക്കേഷന്റെ കൺട്രോൾ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. State control. He believed that education should be controlled by the state government, not by the family. Curriculum. Primary level, music and physical education, gymnastics, along with the basic maths. മ്യൂസിക്കും ഫിസിക്കൽ എഡ്യൂക്കേഷനും കൂടാതെ എന്തും കൊടുക്കണം? ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ക്ലാസ്സുകളും പ്രൈമറി ലെവലിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഹയർ ലെവൽ ആവുമ്പോൾ എന്തായിരിക്കണം? അഡ്വാൻസ്ഡ് മാത്സ് ആയിരിക്കണം. പ്രൈമറി ക്ലാസ്സിൽ ബേസിക്സ് മാത്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഹയർ ലെവലിൽ എത്തുമ്പോൾ എന്തായിരിക്കണം? അഡ്വാൻസ്ഡ് മാത്സ്, പിന്നെ ജിയോമെട്രി, ആസ്ട്രോണമി ആൻഡ് ഫിലോസഫി, ഇതൊക്കെ ഹയർ ലെവലിൽ എത്തുമ്പോൾ കുട്ടികളുടെ സബ്ജക്റ്റുകളിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അക്കാദമി സ്ഥാപിച്ചത് ആരാണ്? പ്ലാറ്റോ ആണ് അക്കാദമി സ്ഥാപിച്ചത്. ആഥൻസിലാണ്. ഇത് ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. അതിനെ നമ്മൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ വേൾഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതായത് അക്കാദമിയെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാന സബ്ജക്റ്റുകളായിട്ട് ഗണിതം, തത്വശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനമാണ് അവിടെ തുടങ്ങിയിരുന്നത്. അവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് ലോകപ്രശസ്തനായ അരിസ്റ്റോട്ടിൽ. അദ്ദേഹം അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. Plato established a school called the Academy in 387 BC. It was located in Athens. It is considered the first institution of higher learning in the West. വെസ്റ്റേൺ ഏരിയയിലെ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അക്കാദമിയെ കണക്കാക്കിയിരുന്നത്. ദ മെയിൻ സബ്ജക്ട് ടോട്ട് വേർ ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. സയൻസ്, ഫിലോസഫി, മാത്സ് എന്നിവയായിരുന്നു അവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്ന സബ്ജക്റ്റുകൾ. അരിസ്റ്റോട്ടിൽ സ്റ്റഡീഡ് ഹെർ ഫോർ 20 years. അരിസ്റ്റോട്ടിൽ അവിടെ ഒരു 20 വർഷത്തോളം അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അക്കാദമിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഉപകാരപ്പെട്ടെന്ന് തോന്നിയാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്